എനിക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. എവിടുന്ന് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണം? ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കും ഞാൻ ഇത് രണ്ടും എങ്ങനെ കൂടെ കൊണ്ടുപോകും. പഠിക്കുന്ന ആളുകൾ വിചാരിക്കും ഞാൻ ഇത് എങ്ങനെ രണ്ടും കൂടെ കൊണ്ടുപോകും. എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ? ഇത് സക്സസ് ആകുമോ? എവിടുന്ന് ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് നമുക്ക് കിട്ടും? അങ്ങനെ നമ്മൾ കുറേ ചാനൽസ് കാണും, കുറേ വീഡിയോകൾ കാണും. വീഡിയോ കാണരുത് എന്നല്ല ഞാൻ പറയുന്നത്, വീഡിയോ കണ്ടോ, എല്ലാം ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു ക്യാമറ എടുക്കുക, ട്രൈപോഡ് ഉണ്ടെങ്കിൽ ബെസ്റ്റ്, അതും ചേർത്ത് നിങ്ങളൊരു വീഡിയോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറേ സ്ട്രാറ്റജീസ് പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ജോലിക്കിടയിൽ പഠിത്തത്തിൻ്റെ കൂടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ്, ചില ആളുകൾ ജോലി കംപ്ലീറ്റ് ആയിട്ട് വിട്ട് അല്ലെങ്കിൽ പഠിത്തം കംപ്ലീറ്റ് ആയിട്ട് വിട്ട് ഇതിൻ്റെ പുറകെ തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങളൊരു സക്സസ്ഫുൾ യൂട്യൂബർ ആവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ അത് നോക്കാം, പക്ഷേ അത് ചെയ്യുന്നത് നല്ലതായിരിക്കില്ല. എപ്പോഴും ഒരു പാർട്ട് ടൈം ആയിട്ട് തന്നെ ഇതിനെ കൊണ്ടുപോകും. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ്, പല ആളുകളും വിചാരിക്കുന്നത് ഞാൻ എങ്ങനെ ഒരു പെർഫെക്റ്റ് വീഡിയോ ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കണം, ഏതൊരു വലിയ യൂട്യൂബറിൻ്റെ ആദ്യ വീഡിയോയോ 1, 2, 3, 4, 5 വീഡിയോ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പെർഫെക്റ്റ് വീഡിയോ അല്ല. അവരങ്ങനെ ട്രൈ ചെയ്ത് വീഡിയോ എടുത്ത് അങ്ങനെ കൊണ്ടുവന്ന് ഓരോ അപ്ഡേറ്റ് ഒക്കെ വന്ന് അങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് വീഡിയോ അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ ഒരു പെർഫെക്റ്റ് വീഡിയോ ആകണമെന്നൊന്നുമില്ല. നിങ്ങളൊരു ട്രൈപോഡ് എടുക്കുക, ഒരു ക്യാമറ എടുക്കുക, അല്ലെങ്കിൽ സിമ്പിൾ ഒരു ക്യാമറ എടുക്കുക. കൂടിയ മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ മൈക്ക് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ, കോൺഫിഡൻ്റ് ആയിട്ടൊരു വീഡിയോ. അതിനു മുമ്പ് കുറേ വീഡിയോകൾ കാണാം, മറ്റാളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇതിനകത്ത് എന്ത് തെറ്റുകളാണ് ചെയ്തത്. അതിനനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കത് ശരിയാക്കാം. എൻ്റെ മ്യൂസിക്കിന് പ്രശ്നമുണ്ടോ, വോയിസിന് പ്രശ്നമുണ്ടോ, എൻ്റെ വീഡിയോ ക്വാളിറ്റിക്ക് പ്രശ്നമുണ്ടോ? അപ്പോൾ ആ ഫീൽഡിൽ മാത്രം നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ അടുത്ത പോയിന്റാണ് ഒരു നീഷ് കണ്ടെത്തുക. നീഷ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക് കണ്ടെത്തുക. ഇപ്പോൾ എൻ്റെ ഈ ചാനൽ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡ്രൈവിംഗ് ചാനലാണ്. ഡ്രൈവിങ്ങിൻ്റെ ടിപ്സിനെ പറ്റിയും ഡ്രൈവിംഗ് ടെസ്റ്റിനെ പറ്റിയുള്ള ടിപ്സുകളും പറ്റിയുള്ള ചാനലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഈ ഫീൽഡിനെ, ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കും. അതിനെപ്പറ്റി എനിക്ക് പ്രത്യേകിച്ച് വേറൊരു കണ്ടൻറ്റ് തേടി പോകേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റി എനിക്ക് നിറയെ സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ ഈ ഫീൽഡിലാണ് ജോലി. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് നിങ്ങളെ കൊണ്ട് പറയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ എക്സാമിൽ പാസ്സാകാം. നിങ്ങൾ കുക്കിംഗ് അറിയാവുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ എങ്ങനെ നമുക്ക് കുക്ക് ചെയ്യാം. ഒരുപാട് കുക്കിംഗ് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ വണ്ടിയുടെ സബ്ജക്റ്റിനെ പറ്റി ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് അല്ലെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങൾ അപ്ഡേറ്റ് വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വീഡിയോ ഉണ്ടാകാം. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അതിനെപ്പറ്റി നിങ്ങളൊരു വീഡിയോ, ഒരു നീഷ് കണ്ടെത്തുക, ഒരു ടോപ്പിക് കണ്ടെത്തുക. അതിനുശേഷം അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ എൻ്റെ നീഷ് കണ്ടെത്തി, എൻ്റെ ഒരു ടോപ്പിക് കണ്ടെത്തി. ഇനി ഞാൻ എങ്ങനെ ഷൂട്ട് ചെയ്യും? എൻ്റെ ഒരു DSLR ക്യാമറയില്ല, അല്ലെങ്കിൽ ഐഫോൺ ഇല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കയ്യിൽ എന്ത് ക്യാമറയുണ്ടോ അത് വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഏത് ഫോണുണ്ടോ അതിൽ വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണം. ഐഫോൺ ആവണമെന്നില്ല, കൂടിയ ക്യാമറകളാവണമെന്നില്ല. നിങ്ങൾ നല്ല ലൈറ്റുള്ള സ്ഥലത്ത്, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ല ലൈറ്റുള്ള റൂമിലോ വെളിയിലോ ഔട്ട്ഡോറിലോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അതിനെയും പറ്റിയും യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ഉണ്ട്. അതും ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഉള്ള ഫോണും ഉള്ള മൈക്രോഫോണും വെച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. അല്ല എൻ്റെ ആദ്യമേ തന്നെ പൈസ ഇറക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടൊരു ഫോൺ മേടിക്കുകയോ, ഒരു ക്യാമറ മേടിക്കുകയോ, ഒരു മൈക്രോഫോൺ മേടിക്കുകയോ, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എൻ്റെ ആദ്യത്തെ വീഡിയോകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ. അങ്ങനെ എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല, അങ്ങനെയും ചെയ്യാം. നിങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത്, അതിനെപ്പറ്റി ധാരാളം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഉണ്ടാക്കാം. എനിക്ക് എൻ്റെ മുഖം കാണിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫേസ്ലെസ് ചാനൽസ് ഉണ്ട്, കഥ പറയുന്ന ചാനലുണ്ട്, സിനിമാ കഥകൾ പറയുന്ന ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ട്സ് പറയുന്ന ചാനലുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എക്സാമ്പിൾ പറയണമെങ്കിൽ കുക്കിംഗ് ചാനലുണ്ട്,
എഡ്യൂക്കേഷണൽ ചാനലുണ്ട്, ക്രാഫ്റ്റ് ചാനലുണ്ട്, ഫാക്റ്റ് ചാനലുണ്ട്, കഥകൾ ഞാൻ ആൾറെഡി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ചാനൽ ടോപ്പിക്സ് ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, അഥവാ നിങ്ങൾക്ക് മുഖം കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കയ്യിൽ എന്ത് റിസോഴ്സ് ഉണ്ടോ അത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ചാലഞ്ചാണ്, ഞാൻ എങ്ങനെ വീഡിയോ ഡെയിലി അപ്ഡേറ്റ് ചെയ്യും? എനിക്ക് ജോലിയുണ്ട്, എനിക്ക് പഠിക്കാനുണ്ട്. വേണ്ട, നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി, മാസത്തിൽ 2-3 വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ്ലി വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ഇന്ന് ഒരു മാസത്തിൽ 1-2 വീഡിയോ ഇട്ട് അടുത്ത മാസം ഞാൻ വീഡിയോ ഇട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങേ മാസം ഞാൻ വീഡിയോ ഇല്ല. നിങ്ങളൊരു ഷോർട്സ് വീഡിയോ ആണെങ്കിലും ഒരു ചെറിയൊരു വീഡിയോ, ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആദ്യം ഒന്നും പറയത്തില്ല. നിങ്ങളൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പക്ഷേ കോൺസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങളുടെ ചാനൽ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളുടെ ചാനൽ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോകൾ ഇട്ടുകൊണ്ടേയിരിക്കണം. ഡെയിലി ഇടേണ്ട ആവശ്യവും, അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 വീഡിയോ ആവശ്യമൊന്നുമില്ല. അങ്ങനെ അടുത്ത ചാലഞ്ചാണ് വീഡിയോ എഡിറ്റിംഗ്. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയില്ല. വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല ഒരിക്കലും നിങ്ങൾ നല്ല പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നത്. നിങ്ങൾ ബേസിക് കട്ട് ചെയ്യാൻ പഠിക്കണം, ട്രിം ചെയ്യാൻ പഠിക്കണം, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പഠിക്കണം, മ്യൂസിക് ആഡ് ചെയ്യാൻ പഠിക്കണം, സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ ബേസിക് വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാം. സോഫ്റ്റ്വെയർ മേടിച്ച് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. VN എഡിറ്റർ ഉണ്ട്, CapCut ഉണ്ട്, അങ്ങനെ കുറേ എഡിറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ മൊബൈലിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ആദ്യം ഒന്ന് ബേസിക് ഒരു വീഡിയോ എഡിറ്റിംഗ് ക്ലാസ് നോക്കുക, അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് മുഖം കാണിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് മാത്രം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണം, കുഴപ്പമില്ല. ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, OBS സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ വേറെ സോഫ്റ്റ്വെയറുകളുണ്ട്, പക്ഷേ ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്ന ആ ഒരു സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബേസിക് എഡിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കുക്കിംഗ് ചാനലാണ്, ക്യാമറ ആ സബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യുക, ക്രാഫ്റ്റ് ആ സബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യും. അല്ല ഫാക്റ്റുള്ള ചാനലാണ്, എനിക്ക് ടെക്സ്റ്റ് മാത്രം കാണിച്ചാൽ മതി, അങ്ങനെയും നിങ്ങൾക്ക് ഫേസ്ലെസ് ചാനൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചാലഞ്ചാണ്, ഞാൻ എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതും, ഞാൻ എങ്ങനെ ടൈറ്റിൽ എഴുതും, ഡിസ്ക്രിപ്ഷൻ എഴുതും. ഇത് 2025 സുഹൃത്തുക്കളെ. ഇതിനെപ്പറ്റി വലിയ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് AI ടൂൾസ് ഉണ്ട്, ChatGPT ഉണ്ട്, Cloud.ai ഉണ്ട്, Grok ഉണ്ട്, അങ്ങനെ കുറേ AI ടൂൾസ് ഉണ്ട്. അതിൽ നിങ്ങളൊരു ടോപ്പിക്ക് പറഞ്ഞാൽ മതി, കറക്റ്റ് ഗ്രാമർ വേണമെന്ന് പോലും ഇല്ല, എനിക്ക് ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈവൻ ടാഗ്സ് വരെയും ചെയ്തു തരും. അപ്പോൾ ഞാൻ അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, നിങ്ങൾ അതിൽ നിന്നൊരു ഐഡിയ മനസ്സിലാക്കാം, അതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ AI ടൂൾസ് എല്ലാം നമുക്ക് ഈ 2025 പറഞ്ഞു തരുന്നതായിരിക്കും. അതിൻ്റെ സഹായത്തോടെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഐഡിയകളുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് തംബ്നെയിൽ എവിടുന്ന് ക്രിയേറ്റ്, തംബ്നെയിലും നിങ്ങൾ ChatGPT എടുത്ത് ചോദിക്കാവുന്നതാണ്. അതിൻ്റെ അടുത്ത് പറഞ്ഞാൽ അതും ഇമേജ് ജനറേറ്റ് ചെയ്തു. ഗൂഗിൾ ജെമിനിയുടെ നാനോ ബനാന എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അല്ല എനിക്ക് സ്വന്തമായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കണം, അപ്പോൾ നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്യാം, അഡോബ് എക്സ്പ്രസ് യൂസ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഒരു പവർ പോയിന്റ് സ്ലൈഡിനകത്ത്, ഒരു വേർഡിനകത്ത് വരെയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ആദ്യ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ ഞാൻ അങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഇതിനെപ്പറ്റിയെല്ലാം ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ഞാനും കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങളത് കണ്ട് പഠിക്കാവുന്നതാണ്. എങ്ങനെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം, അതിനെപ്പറ്റി നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ല എനിക്ക് വേറെ കാണണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾ സെർച്ച് ചെയ്താൽ വീഡിയോ ലിങ്ക്സ് കിട്ടും. അത് നിങ്ങൾ കണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാടങ്ങ് വീഡിയോ കണ്ടു പോകരുത്. ഇപ്പം ചില ആളുകൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ, നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 100 വീഡിയോ കാണും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമോ അതുമില്ല. അങ്ങനെ ചെയ്യല്ലേ. 1-2 വീഡിയോ നമ്മുടെ നോളജിന് വേണ്ടി കാണുക, അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു ക്യാമറ എടുക്കുക, സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആവുന്നത്. ഒരു പെർഫെക്റ്റ് വീഡിയോ ആവേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി ഞാൻ അപ്ലോഡ് ചെയ്തു, പബ്ലിഷും ചെയ്തു. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തു, യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തു, പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, എൻ്റെ ഓഫീസിലെ ഗ്രൂപ്പുമായിട്ട് അവരുമായിട്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തു. കുറേ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു, കുറച്ച് വ്യൂവിങ് കിട്ടി, എനിക്ക് സന്തോഷമായി. ആദ്യ വീഡിയോ ആണ്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിന് നേരെ പകുതി സബ്സ്ക്രൈബർ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, അതിന് നേരെ പകുതി വ്യൂ പോലും എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ നിരാശരാകും. അങ്ങനെ കുറേ ആളുകൾ ഇനി ഞാൻ ചെയ്യണോ വീഡിയോ, അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ഞാൻ വീണ്ടും ഒരു 3-4 വീഡിയോസ് അപ്ലോഡ് ചെയ്തു, പക്ഷേ എനിക്ക് വ്യൂവും ഇല്ല, സബ്സ്ക്രൈബറും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കുറേ ആളുകൾ നിരാശപ്പെടുകയും ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിർത്തുകയും ചെയ്യും. അങ്ങനെ അവരുടെ ചാനൽ ഡെഡായി പോകും. ഞാൻ ആദ്യമേ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, നിരാശപ്പെടരുത്.
നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ആളുകൾ കാണുകയോ ഇല്ലയോ നിങ്ങൾ വിചാരിക്കൽ, ഒരു ചാനൽ കറക്റ്റായിട്ട് യൂട്യൂബിൽ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി മിനിമം ഒരു 4 മുതൽ 6 മാസം വരെ വേണം. ചിലവർക്ക് 8 മാസം വേണം, 1 വർഷം വേണം. കുഴപ്പമില്ല, നിങ്ങൾ നിരാശപ്പെടരുത്. അഥവാ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ആയിട്ട് ഇത് കൊണ്ടുപോകണം, എനിക്കൊരു സക്സസ്ഫുൾ യൂട്യൂബർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഒരു വീഡിയോ വൈറലാവുന്നതെന്ന് അറിയത്തില്ല. ഷോർട്സ് ചെയ്യുക, ട്രെൻഡിങ് മ്യൂസിക്കിൽ നമുക്ക് ഷോർട്സ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ആളുകൾ കാണുകയും ഓട്ടോമാറ്റിക് സബ്സ്ക്രൈബേഴ്സ് വരികയും ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം, എൻ്റെ ചാനലിൽ ഒരു 1000 സബ്സ്ക്രൈബർ കിട്ടാൻ വേണ്ടി എനിക്ക് 1 വർഷത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ നിരാശയാവരുത്. സബ്സ്ക്രൈബർ കൂടണമെന്നൊന്നുമില്ല. നിങ്ങളെല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യും, നിങ്ങളുടെ ഗ്രൂപ്പുകളെല്ലാം. പക്ഷേ സബ്സ്ക്രൈബ് കൂടണമെന്നൊന്നും ഒരാവശ്യമില്ല, വ്യൂ കൂടണമെന്നൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കൽ നിങ്ങൾ സക്സസ്ഫുള്ളി ഒരു യൂട്യൂബർ ആവും, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും. അപ്പോൾ നമുക്ക് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു നോർമൽ ഞാൻ എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളും എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ പറ്റി ഒരു വീഡിയോ ആണത്. എങ്ങനെ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ജോലിയോട് കൂടിയും ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ കൂടി എങ്ങനെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അതിനെപ്പറ്റി ഒരു സിമ്പിൾ ഒരു വീഡിയോ ആണിത്. അങ്ങനെ പറയണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇനിയും ഇതിനെപ്പറ്റി വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.